പുക വലിച്ചാൽ എന്താണ് പ്രശ്നം? MT വരെ പുക വലിച്ചിരുന്നു, അല്ലെങ്കിൽ വീട് വിറ്റിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളാണ്. അതെ, സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. ജയിലിൽ കടന്നു വരെ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സജി ചെറിയാൻ വീണ്ടും അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ട് വൈറലാവുകയാണെന്ന് തോന്നുന്നു. അബദ്ധങ്ങൾ പറഞ്ഞ് വൈറലാവുകയല്ല. കായംകുളത്ത് CPM ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ വിഷയവുമായി കത്തി നിൽക്കുന്ന പ്രതിഭയുടെ മകന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാതെ പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയാണ്, CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അതുമായി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. സജി ചെറിയാനോട് പറയാനുള്ളത്, സജി ചെറിയാൻ പറഞ്ഞത് പുക വലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി MLA മകനെയും സംഘത്തെയും പെടുത്തി എക്സൈസ് എന്നുള്ളതാണ്. FIR സജി ചെറിയാൻ വായിച്ചു എന്ന് പറയുമ്പോഴും FIR സജി ചെറിയാൻ വായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സജി ചെറിയാൻ FIR മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ തന്നെയാണ് ഈ കേസിൽ എക്സൈസ് സംഘം ചുമത്തിയിട്ടുള്ളത്. കാരണം 1 കിലോയിൽ താഴെ മാത്രം കഞ്ചാവാണ് കൈവശം വെക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആണെങ്കിൽ അതിന് ജാമ്യം കിട്ടുന്ന വകുപ്പിട്ടാണ് കേസുകൾ എടുക്കാറുള്ളത്. ഇനി സജി ചെറിയാൻ പറയുന്നതാണ് ശരിയെങ്കിൽ ബഹുമാനായ സജി ചെറിയാൻ ചെയ്യേണ്ട കാര്യം എക്സൈസ് വകുപ്പ് ഭരിക്കുന്ന MB രാജേഷിനോട് പറഞ്ഞിട്ട് ആ സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണം. കാരണം സിഗരറ്റ് വലിച്ചതിനാണ് ആ കുട്ടികളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സത്യം. സജി ചെറിയാൻ നമുക്കറിയാം, കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ഈ ഭാരതത്തിന്റെ മഹത്തരമായ ഭരണഘടനയെ ആക്ഷേപിച്ചതിന്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന മന്ത്രിയാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിലൂടെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജനപ്രീതി കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് വീണ്ടും ജയിച്ചു വരികയും പിണറായി വിജയനുമായി അത്രത്തോളം അടുപ്പമുള്ളത് കൊണ്ട് 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ലഭിക്കുകയും ചെയ്ത മന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഫിഷറീസ് വകുപ്പിലും സിനിമാ വകുപ്പിലും അടക്കം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു മോശം മന്ത്രിയാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മാത്രമാണ്, അത് നാടൻ ശൈലി എന്നാണ് അതിനെ CPM അനുകൂലിച്ചു പോകുന്നത്. പണ്ട് VS അച്യുതാനന്ദൻ ഒരുപാട് പ്രസംഗങ്ങൾ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ പറയുമായിരുന്നു. പിന്നെ നമ്മളത് കേട്ടുള്ള മണിയാശാനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരം കെട്ട പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത്. മണിയാശാനിൽ നിന്നാണ്. മണിയാശാൻ ഒരാളെ കുത്തിക്കൊന്നു, ഒരാളെ തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങളൊക്കെ ഏറെ വിവാദമായതാണ്. പിന്നീട് സജി ചെറിയാനാണ് ഇത്തരത്തിൽ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട്, അന്നൊന്നും മണിയാശാൻ മന്ത്രിയായിരുന്നില്ല എന്ന് കൂടി ഓർക്കണം, സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. പ്രതിഭ കഴിവുറ്റ MLA ആണ് ആയിരിക്കാം, അല്ലെങ്കിൽ കായംകുളത്തുകാർ ബോധമില്ലാത്തവരൊന്നും അല്ലല്ലോ വീണ്ടും ഒരാളെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കാൻ. പക്ഷേ അവിടെ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം, സാംസ്കാരിക വകുപ്പാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ഈ കഞ്ചാവ് ഉപയോഗത്തെയും പുകവലിയെയും ഒക്കെ ഇത്രത്തോളം മഹത്വവൽക്കരിക്കുമ്പോൾ അതിന് നൽകുന്ന ഒരു സന്ദേശം, അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം അതാണ്. അദ്ദേഹം ജയിൽവാസം പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ജയിലിലൊക്കെ ഇത് സുലഭമായിരുന്നൊരു കാലം. ഇന്നത്തെ കാലത്തെ പറ്റി നമുക്കറിയില്ല, ഇന്നും അങ്ങനെ ലഭിക്കുന്നുണ്ടാകാം അത്. പക്ഷെ അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. VD സതീശന് വട്ടായി തുടങ്ങിയോ എന്ന ഒരു പരാമർശം കൂടി അതിലുണ്ട്. അത് ഈ കലൂരിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി വിമർശനങ്ങൾ അർഹിക്കുന്ന പരാമർശങ്ങൾ സജി ചെറിയാന്റെ ആ പ്രസംഗത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സജി ചെറിയാനോട് പറയാനുള്ളത്, MLA മകൻ വലിക്കുമ്പോൾ മാത്രം അതൊരു സിഗരറ്റായി മാറുകയും ഒരു സാധാരണക്കാരൻ, അത് പാർട്ടി പ്രവർത്തകന്റെ മകനാണെങ്കിൽ പോലും അത് കഞ്ചാവായി മാറുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച അത് കേരളത്തിന് അത് അത്ര നല്ലതല്ല. നോക്കൂ, പ്രതിഭയുടെ മകന്റെ വിഷയം ഒരുപക്ഷെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന്, കുട്ടിയെന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, അവൻ MLA മകനായി പോയത് കൊണ്ട് മാത്രം ക്രൂശിക്കപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്. എന്നാൽ MLA മകനായതുകൊണ്ട് ആ ക്രൂശിക്കലിന്റെ അളവ് ഇച്ചിരി കൂടിപ്പോയി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൽ വഴിതെറ്റലുകൾ ഉണ്ടാകാം. ഈ പ്രായം എന്ന് പറയുന്നത് അല്പം മദ്യത്തിനോടും സിഗരറ്റിനോടും മറ്റ് ഇത്തരത്തിലുള്ള സാധനങ്ങളോടും ഒക്കെ ഒരു അഡിക്ഷൻ തോന്നുന്ന പ്രായമാണ്. ഇവർ കൂട്ടുകാരോടൊക്കെ ഒരു പാലത്തിനടിയിൽ ഇരുന്ന് മദ്യപിക്കുന്നു. എക്സൈസ് സംഘം അവിടേക്ക് എത്തുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് അല്പം കഞ്ചാവ് കണ്ടെത്തുന്നു. ഒപ്പം തന്നെ ബോങ്ങെന്നല്ലേ എന്ന് പറയാം, ബോങ്ങെന്നാണെന്ന് തോന്നുന്നു, അടിക്കാൻ വേണ്ടുന്ന പപ്പായത്തണ്ടും കുഴിയിട്ട കുപ്പിയും ഒക്കെ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ധാരണയിൽ എക്സൈസ് കേസ് ചുമത്തുകയാണ്. MLA മകനായി പോയതിന്റെ പേരിൽ മാധ്യമങ്ങൾ അതിനെ MLA മകൻ എന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. 20 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 10 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 9 ചെറുപ്പക്കാരെ പിടിച്ചു. അതിൽ MLA മകനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് MLA മകൻ കഞ്ചാവുമായി പിടിയിൽ എന്ന തരത്തിലാണ് അതിനെ ഹൈലൈറ്റ്. മാധ്യമങ്ങൾ അതിനെ ദുരുപയോഗം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ തെറ്റുമില്ല. പക്ഷേ അതിന്റെ പ്രതികരണം ഉണ്ടായത് MLA ആണ് എന്നത് മറന്ന് ഒരു അമ്മ എന്ന നിലയിൽ മാത്രമാണ് അതിനെ പ്രതികരിച്ചത്. എങ്ങനെ മകൻ ഇത്തരത്തിൽ കൂട്ടുകെട്ടുകളിൽ എത്തി, അല്ലെങ്കിൽ മകന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്നൊരു പ്രതികരണത്തിന് പകരം മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തെ വലിയ ഹോട്ടാക്കി മാറ്റിയത് പ്രതിഭയുടെ പരാമർശങ്ങൾ തന്നെയാണ്. ലൈവിൽ വന്നവർ നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് മൊബൈൽ ഫീഡ് നോക്കുമ്പോൾ ഓൺലൈൻ നമ്മുടെ നവമാധ്യമങ്ങളുടെ ഫീഡിൽ
അമ്മയും മകനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ട് കുരുപൊട്ടുന്നവർ കുരുപൊട്ടിക്കോട്ടെ എന്ന് ചോദിച്ചൊരു ഇടത് പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. എന്താണ് ഇതിനകത്ത് ഇത്ര കുരുത്തോട്ട തന്നെ എനിക്കറിയില്ല. ഈ MLA-യുടെ മകൻ ഒരുപക്ഷെ +2-ന് ഫുൾ A+ മേടിച്ചപ്പോൾ മാധ്യമങ്ങൾ വിമർശിച്ചതാണോ, ഇനി IAS-ന് പിന്നെ പ്രിലിമിനറി പാസ്സായപ്പോൾ MLA-യുടെ മകനെ വിമർശിച്ചതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. കഞ്ചാവുമായി പിടിച്ചതാണ്, ഒരു കൂട്ടം ആളുകളിൽ നിന്ന് കഞ്ചാവുമായി പിടിച്ചതാണ്. അത് അംഗീകരിക്കണം. ആ കുട്ടിയെ തിരുത്തണം. അത് നിയമപരമായി ജാമ്യം കിട്ടുന്ന വകുപ്പിട്ട് കേസെടുത്ത വിഷയത്തിൽ ആ കുട്ടിയെ തിരുത്തുന്നതിന് പകരം പാർട്ടി അടക്കം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി അടക്കം, പാർട്ടിയുടെ നേതാവടക്കം, മന്ത്രി അടക്കം അതിനെ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റ് തന്നെയാണ്. ഇത് ഇടതുപക്ഷക്കാർ എന്ത് ചെയ്താലും നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ആരോപണം ഉണ്ടാകുന്നത്. ബിനോയ് കോടിയേരിക്കെതിരെയും ബിനീഷ് കോടിയേരിക്കെതിരെയും പല കേസുകൾ വരും. അവർ അറസ്റ്റിലാകുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. പെണ്ണ് കേസടക്കം പല കേസുകൾ വരുന്നു. ഈ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത ഒരു നിലപാടുണ്ട്. ആ മനുഷ്യൻ മരണപ്പെട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴും ആ നിലപാടുകളെ നമ്മൾ ന്യായീകരിക്കണം. ഒന്നുമില്ലെങ്കിലും പൊതുസമൂഹത്തിനോട് അടിമനസ്സുകൊണ്ടോ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ സഹായിച്ചോ എന്നുള്ളതല്ല, പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ ശിക്ഷ അവർക്ക് ലഭിക്കട്ടെ എന്ന നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ എടുത്തത്. ആ ഒരു നിലപാടാണ് ഇവിടെയും എടുക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഇതിന് തൊട്ടു പിന്നാലെ അഡീഷണൽ എക്സൈസ് കമ്മീഷണറെ ആലപ്പുഴയിൽ നിന്ന് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ കണ്ടു. അതിനെ MP രാജേഷ് ന്യായീകരിച്ചത് പ്രൊമോഷണൽ ട്രാൻസ്ഫർ ആണ് എന്ന രീതിയിലാണ് എക്സൈസ് മന്ത്രി പോലും ന്യായീകരിച്ചത്. പിന്നീട് രേഖകൾ പുറത്തു വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് തെളിവുകളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഏത് ജനപ്രതിനിധിക്കാണ് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇതിനൊരു നയപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അപ്പോൾ സജി ചെറിയാന്റെ ഈ പരാമർശം അത് ആവശ്യത്തിനായിരുന്നില്ല, അനാവശ്യത്തിനായിരുന്നു എന്ന് നമ്മൾ ഇവിടെ പറയേണ്ടി വരും. ഈ പരാമർശത്തോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമ്മൾ കണ്ടതാണ് പ്രതിഭയുടെ ഈ വിഷയം വന്നതിന് ശേഷം ബിബിൻ അടക്കമുള്ള BJP-യിലേക്ക്, ഇടതുപക്ഷത്തിൽ നിന്ന് പോയ BJP-യിലേക്ക് എത്തിപ്പെട്ട ആളുകൾ പ്രതിഭയെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരെ എന്താ പറയാ, അവരെ അൾട്ടിമേറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രതിഭയെ സപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ BJP ഹാൻഡിലുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിനെതിരെയും സജി ചെറിയാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, അത് BJP സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാവണമെങ്കിൽ അവരെ മഹത്വവൽക്കരിച്ച് അവരുടെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നൊരു നയം അവർ കാലാകാലങ്ങളായി സ്വീകരിച്ചു വരുന്നു. അതിപ്പോൾ ഇച്ചിരി കൂടുതലാണ്. സ്വാഭാവികമായും ആലപ്പുഴയുടെ കായംകുളവും ഈ പറയപ്പെടുന്ന അമ്പലപ്പുഴയും അടക്കമുള്ള മേഖലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ചെങ്ങന്നൂർ അടക്കമുള്ള മേഖല വലിയ ഇടത് കോട്ടകളായി മാറിയിരിക്കുന്നു. ചെങ്ങന്നൂരിന്റെ MLA നേരത്തെ PC വിഷ്ണുനാഥ് ആയിരുന്നു. PC വിഷ്ണുനാഥിന് ശേഷമാണ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സജി ചെറിയാനല്ല രൂപത്തിരിപ്പുണ്ടാവുകയാണ് സജി ചെറിയാനൊക്കെ പ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ഇടത് കോട്ടകളായി മാറിയിരിക്കുന്നു. ഒരു സമയത്ത് കോൺഗ്രസിനൊക്കെ വലിയ ആധിപത്യം അവിടെ ഉണ്ടായിരുന്നു. ആലപ്പുഴ ഈ പറയപ്പെടുന്ന കൊല്ലം പോലെ കണ്ണൂർ പോലെ വലിയ ഇടതുപക്ഷം മണ്ണാണെങ്കിലും ഒരു സമയത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ അപ്രവാധിപത്യത്തെ തകർത്തുകൊണ്ട് CPM വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJP-ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നത് BJP-യുടെ ഒരു ലക്ഷ്യം മാത്രമല്ല BJP-യുടെ ഔദ്യോഗിക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണിലെ കരടായ ചില BJP നേതാക്കളുണ്ട്. അവര് അടുത്ത തവണ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സീറ്റുകളാണ് ഈ പറയപ്പെടുന്ന കായംകുളവും ഒക്കെ. അവിടെ പുതിയൊരു നേതാവിനെ അവർക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാഭാവികമായിട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം അവരുണ്ടാക്കിയ ഒരു മുന്നേറ്റമുണ്ട്. അത് കായംകുളമൊക്കെ അവർക്കൊപ്പം നിന്നിരുന്നു, അല്ലെങ്കിൽ ഹരിപ്പാട് വരെ അവർക്കൊപ്പം നിന്നിരുന്നു. ഹരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഹരിപ്പാട് പോയി മത്സരിച്ചിട്ട് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല എന്നറിയാവുന്ന ശോഭാ സുരേന്ദ്രൻ എന്തായാലും ഈ പറയപ്പെടുന്ന കായംകുളത്ത് ഒരുപക്ഷെ ഫൈറ്റിലിറങ്ങിയാൽ അത് ശോഭാ സുരേന്ദ്രൻ അതൊരു മേൽക്കൈ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പുതിയ നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതവിടെ രാഷ്ട്രീയമാണ്. പക്ഷെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ ന്യായീകരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു പുതുതലമുറയെ നശിപ്പിക്കുന്ന, ലഹരി മാഫിയ പിടിമുറുക്കുന്ന സാഹചര്യമാണ്. ഇനി ഇതിനും അപ്പുറത്തേക്ക് ഈ MLA-യുടെ മകനടക്കമുള്ള കുട്ടികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ എക്സൈസ് സംഘം ഇത് ഉപയോഗിച്ച ഈ കുട്ടികളെയാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 10 ഗ്രാമോ 5 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ ആയിക്കൊള്ളട്ടെ, ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ആലപ്പുഴയിൽ ഈ സാധനം എത്തിയത് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഇപ്പൊ സജി ചെറിയാൻ പറയുന്നു പുക വലിച്ചതേ ഉള്ളൂ. പുകവലിക്ക് ആർക്ക് വേണമെങ്കിലും വലിക്കാം, കാരണം സിഗരറ്റ് ടാക്സ് അടച്ചുകൂടെ എല്ലാ പെട്ടിക്കടകളിലും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി അതിന്റെ പാക്കറ്റിൽ വരെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒരുപാടാണ്. പക്ഷേ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം നിരോധിച്ചിരിക്കുന്ന ഒരു ലഹരി മരുന്നാണ്. ഇത് എങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തി? ഇതിന്റെ കുറ്റക്കാരാണ്? അൾട്ടിമേറ്റ്ലി ഇതിന്റെ കുറ്റക്കാർ സ്റ്റേറ്റ് ആണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ സോഴ്സ് കണ്ടെത്താതെ ഈ പറയപ്പെടുന്ന കുട്ടികളെ മാത്രം അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഈ കുട്ടികളെ ചോദ്യം ചെയ്ത് കൃത്യമായി ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അതിന്റെ കണ്ണുകളെ കണ്ടെത്തി ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരിലേക്ക് എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഇപ്പൊ ഈ മന്ത്രിമാർ ഇതിനെ ലഘൂകരിക്കുമ്പോൾ നാളെ 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും 10 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയെന്നിരിക്കട്ടെ, അപ്പൊ പറയണം സജി ചെറിയാൻ പറഞ്ഞില്ലേ ഇത് കുഴപ്പമില്ല പുകവലിയാണ് എന്ന് പറഞ്ഞില്ലേ, MP വീട് വലിച്ചിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ
സ്വാഭാവികമായി നമുക്ക് എന്തുണ്ടാവും, കുട്ടികളെ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായ സത്യം. എന്ത് തന്നെയായാലും സജി ചെറിയാന്റെ പ്രസംഗങ്ങളിൽ സജി ചെറിയാൻ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകളെ കയ്യിലെടുക്കാൻ, ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒക്കെ കണ്ണു നട്ട് കാത്തിരിക്കുന്നത് എന്ന ഒരു വലിയ സത്യം സജി ചെറിയാൻ മനസ്സിലാക്കേണ്ടതുണ്ട്.